Hi everyone, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബീർബഹൂട്ടി എന്ന സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് പ്രഭാത് എന്ന് പറഞ്ഞ റൈറ്ററാണ്. സോ ബീർബഹൂട്ടി എന്ന് പറയുമ്പോൾ മഴക്കാലത്തൊക്കെ കാണുന്ന ഒരു ഇൻസെക്റ്റാണ്, ഒരു പ്രാണിയാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ആ ഇൻസെക്റ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഈ സ്റ്റോറി എന്ന് പറയുന്നത് സാഹിൽ ബേല എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ലൈഫിൽ ഉള്ള പല സംഭവങ്ങളെയും സിമ്പിളായിട്ട് ഒരു ബീർബഹൂട്ടിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് മഴ പെയ്തതിന് ശേഷം പ്രകൃതിയിലുള്ള മാറ്റങ്ങളാണ്, കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ മഴ ഒരുപാട് പെയ്തിരുന്നു, എന്നിട്ടും ആ മഴമേഘങ്ങളിൽ ഇനിയും വെള്ളം ബാക്കിയുണ്ട്. ഈ മഴമേഘങ്ങളെല്ലാം തന്നെ വയലുകളുടെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ മേഘങ്ങളുടെ നിഴലിൽ നനഞ്ഞ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. മരങ്ങളുടെ ബ്രാഞ്ചസ് എല്ലാം ഇപ്പോഴും നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ മൂങ്ഫലിയൊക്കെ ഹരേ ഖേതോ മേ പീലെ ഫൂൽ അബീബി ഗീലേ ഥേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂങ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല, പീനട്ട്, ഗ്രൗണ്ട്നട്ട് എന്നൊക്കെ പറയുന്നത്. ഈ കടലയുടെ വയലുകളിൽ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വയലുകളിൽ ബാജ്ര മുളച്ചിട്ടുണ്ടായിരുന്നു. ബാജ്രയുടെ ഇലകളിലും ആ ചെടിയിലൊക്കെ ഈ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. മഴക്കാറ്റില് നനഞ്ഞ വയലുകളുടെയും അതുപോലെ തന്നെ പച്ചപ്പിന്റെയും ഗന്ധം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. उन्हें बीरबहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीरबहूटियां खोजा करते थे. सुर्ख मुलायम गदबदी बीरबहूटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लादे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीरबहूटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അവർക്ക് ബീർബഹൂട്ടിയെ കാണണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നേരത്തെ കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. സ്കൂളിലേക്ക് പോവാനായിട്ട് നേരത്തെ ഇറങ്ങുമായിരുന്നു. പട്ടണത്തിനോടടുത്തുള്ള വയലുകളിലാണ് ഈ ബീർബഹൂട്ടികളെ കാണാനായിട്ട് പറ്റുക. ഇനി ബീർബഹൂട്ടിയുടെ പ്രത്യേകതയാണ് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ് ഈ ബീർബഹൂട്ടി. കണ്ടു കഴിഞ്ഞാൽ രക്തത്തുള്ളികൾ, അതായത് ചലിക്കാൻ കഴിയുന്ന രക്തത്തുള്ളികളെ പോലെയാണ് അവ ഉണ്ടായിരുന്നത്. ഈ കുട്ടികൾ അവരുടെ പുറത്ത് ബാഗെല്ലാം ഇട്ട് വളരെ ചേർന്നിരുന്നിട്ടാണ് ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കാറുള്ളത്. ബീർബഹൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവര് നനഞ്ഞ ചെളി നിറഞ്ഞു കിടക്കുന്ന വയലുകളിൽ പോവുമായിരുന്നു. അതിന് അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ബേല, देखो इस बीरबहूटी का रंग तुम्हारी रिबन के जैसा लाल है, സാഹിൽ ने कहा. നോക്ക് ബേല, ഈ ബീർബഹൂട്ടിയുടെ കളറ് നിന്റെ റിബണിന്റെ പോലെ ഉള്ള റെഡ് കളറാണ്. തുമ്നെ കുച്ച് സുനാ ബേല? ഹാ സുന, പഹലി ഗണ്ടി ലഗ് ഗയി ഹെ. സാഹിൽ ചോദിക്കുകയാണ്, നീ വല്ലതും കേട്ടോ ബേല? അപ്പോൾ ബേല പറയാണ്, ഞാൻ കേട്ടു, ഫസ്റ്റ് ബെല്ല് അടിച്ചു.
लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. അപ്പോൾ ബേല പറയാണ്, ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് പെന്നിൽ സ്യാഹി എന്ന് വെച്ചാൽ ഇങ്കും കൂടെ നിറയ്ക്കണം കടയിൽ പോയിട്ട്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവർ ആ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ അതിൽ പറയുന്നത് ആ സമയത്തൊക്കെ 5 പൈസയ്ക്ക് സ്റ്റേഷനറി കടകളിൽ നിന്ന് ഡ്രോപ്പർ വെച്ചിട്ട് ബ്ലൂ ഇങ്ക് നീലമഷി നിറച്ച് കൊടുക്കുമായിരുന്നു. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേല പെന്നിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. ഇപ്പോൾ പെന്നിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മഷി സാഹിൽ കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ കടയിൽ എത്തിയിട്ട് ഒരു പെൻ മഷി നിറച്ചു തരൂ എന്ന് സാഹിലിനേക്കാൾ മുമ്പ് തന്നെ ബേല പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. അപ്പോൾ ദുക്കാൻദാർ പറഞ്ഞു, എന്താണ്, മഷിയുടെ കുപ്പി ഇപ്പം അങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ നാളെ കിട്ടാൻ വഴിയുള്ളൂ എന്ന്. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, बेला बोली. അപ്പോൾ ബേല കടക്കാരനോട് പറയാണ്, അയ്യോ ഇവൻ ഈ പെന്നിൽ ഉണ്ടായിരുന്ന മഷി കുടഞ്ഞങ്ങ് കളഞ്ഞു. बादल को देखकर गड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. അപ്പോൾ ഈ പറഞ്ഞ ഫ്രേസ് അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാലേ, മഴക്കാറ് കണ്ടിട്ട് നമ്മളുടെ കയ്യിലുള്ള കുടം കമഴ്ത്തി കളയരുതെന്ന്. അതായത് എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും നടക്കുന്നു കരുതി നമ്മളെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ആ ഫ്രേസിന്റെ അർത്ഥം. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. 5वीं में साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. അപ്പോൾ ഞങ്ങൾ 5ലാണ് പഠിക്കുന്നതെന്ന് സാഹില് വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് 5ൽ പഠിക്കുന്നത് എന്തോ ഒരു പാപാന്നുള്ള പോലെയാണ് സാഹില് പറഞ്ഞത്. दोनों दुकान वाले भैया ने कहा, രണ്ടുപേരും ചോദിച്ചു, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है, ए. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. അപ്പം കടക്കാരൻ ചോദിച്ചു, രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേന്ന്. അപ്പം ബേല പറഞ്ഞു, അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കണേ, ഡിവിഷൻ എയിലാണ് പഠിക്കണേന്ന് പറഞ്ഞു. ബേല പറയുന്നത് കേട്ടാൽ തോന്നും 5A പഠിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്ന്. क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में वह तलवार पुरानी थी, पढ़ता तो बेला भी चमक उठी सन 57 में वह तलवार पुरानी थी, पढ़ती थी. बेला कहती, बहन जी पानी पीने चली जाऊं. സാഹിൽ ബി കേത്ത ബഹൻ ജി പാനി പീനെ ചലാ ജാവും. അപ്പം ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ ഭയങ്കര അടുത്തടുത്താണ് ഇരിക്കുക. അതുപോലെ രണ്ടുപേരും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കോപ്പി എഴുതുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വായിക്കുകയാണെങ്കിൽ അതും ഒരുമിച്ച്, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കാൻ പോവുകയാണെങ്കിലും അവരൊരുമിച്ച്, എല്ലാ കാര്യവും അവർ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. गणित के माट साहब सुरेंद्र जी का पीरियड खेल गंडी के बाद आता था. बच्चे उनसे कांपते थे और खेल गंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. सुरेंद्र जी माट साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അപ്പോൾ മാത്സിൻ്റെ സാറായിട്ടുള്ള സുരേന്ദർ എന്ന് പറഞ്ഞ സാറ്, ആളുടെ പീരീഡ് വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. അപ്പോൾ ആ പീരീഡിലാണ് സാറ് കോപ്പിയൊക്കെ ചെക്ക് ചെയ്യുന്നത്. സാറിന് കുട്ടികൾക്ക് അത്രയും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവെല്ല് കഴിയണേക്കാളും 2 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും സ്വന്തം പ്ലേസസിൽ വന്നിരിക്കുകയായിരുന്നു.
അപ്പോൾ കോപ്പി നോക്കുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക, അതുപോലെ അടിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം ഒന്ന് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തുക എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पांव अभी भी कांप रहे थे, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ഒരു ദിവസം സുരേന്ദർ സാറ് ബേലയുടെ മുടിയിൽ തൻ്റെ 5 വിരലും കൂടെ പിടിച്ച് വലിച്ചു. പക്ഷേ എന്ത് തെറ്റിൻ്റെ പേരിലാണോ അദ്ദേഹം അവളെ മുടി വഴി പിടിച്ച് വലിച്ചെറിയാൻ നിന്നിരുന്നത്, അത് സത്യത്തിൽ ഒരു തെറ്റായിരുന്നില്ല. അത് മനസ്സിലാക്കിയപ്പം അദ്ദേഹം അവളെ വെറുതെ വിട്ടു. പക്ഷെ ബേല വല്ലാതെ പേടിച്ചിരുന്നു. ബേലയുടെ ഈ പേടിച്ച മുഖം കണ്ട് സാഹിലിനും പേടിയായി. ബേലയുടെ കാലുകൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്ന ആ നിൽപ്പിൽ തന്നെ ബേല വീണു പോകുമെന്ന് തോന്നും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുരേന്ദർ സാറ് ബേലയുടെ പ്ലേസിലേക്ക് അവളുടെ കോപ്പി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സ്ഥലത്ത് പോയിരിക്കാൻ. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते, मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी, उससे नज़र नहीं मिला पाई. ബേലയ്ക്ക് ഏറ്റവും വിഷമമായ കാര്യം എന്താന്ന് വെച്ചാൽ, സാറ് എന്നെ അടിച്ചോട്ടെ, അതെനിക്ക് പ്രശ്നമായിരുന്നില്ല, പക്ഷേ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്നാണ് ബേല ചിന്തിക്കുന്നത്. കാരണം ബേലയ്ക്ക് അറിയാമായിരുന്നു സാഹിലിൻ്റെ കണ്ണുകളിൽ ബേല വളരെ നല്ല ഒരു കുട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ സാഹിലിൻ്റെ മുന്നിൽ അവൾക്ക് ലജ്ജ തോന്നി. സാഹിലിനെ അടുത്തേക്ക് പോയപ്പോൾ, ആ പ്ലേസിൽ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ സാഹിലിനെ ഫേസ് ചെയ്യാനായിട്ട് ബേല വല്ലാതെ ബുദ്ധിമുട്ടി.